തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടലിൽ കാട്ടാക്കട സ്വദേശി ഗായത്രി കൊല്ലപ്പെട്ട കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 മാർച്ചിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, അതിക്രൂരമായി ശ്വാസം മുട്ടിച്ചൊക്കെയാണ് ഈ കൊലപാതകം നടന്നത് എന്നന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്താണിപ്പോൾ വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, പോലീസ് കണ്ടെത്തിയ മുഴുവൻ തെളിവുകളും ശരിവെക്കുകയാണ് കോടതി. പ്രതിയെ കുറ്റക്കാരനെന്ന് നേരത്തെ വിധിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ശിക്ഷാവിധി കൂടി ഉണ്ടാവുകയാണ്. ജീവപര്യന്തം കഠിന തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് നിലവിൽ കോടതി വിധിച്ചിരിക്കുന്നത്. അക്കാലത്ത് തന്നെ ഏറെ പ്രമാദമായ കേസായിരുന്നു. 2022 മാർച്ച് 5-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ഒരു ലോഡ്ജിലെത്തിച്ച് ഈ പെൺകുട്ടിയെ ചുരിദാറിന്റെ ഷോൾ കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഗായത്രിയും ഒപ്പം തന്നെ പ്രതിയായ പ്രവീണും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുവരും ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. അതിനുശേഷം പിന്നാലെ ഈ പ്രവീൺ നേരത്തെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യം മറച്ചുവെച്ചായിരുന്നു ഈ ഗായത്രിയുമായി പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെട്ടത്. അതിന് പിന്നാലെ ഇക്കാര്യം അറിഞ്ഞെങ്കിലും പിന്നാലെ ഒരു പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഇരുവരും തമ്മിൽ താലി കെട്ടുകയും പിന്നാലെ പ്രവീണിന്റെ ഭാര്യ ഇക്കാര്യം അറിയുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ ഈ രണ്ടുപേരും 2 സ്ഥാപനത്തിലേക്ക് ജോലി മാറിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷവും ഇവർ ഈ ബന്ധം തുടർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രവീൺ ഗായത്രിയെ ഒഴിവാക്കാനായിട്ടായിരുന്നു ഈ കൊലപാതകം പ്ലാൻ ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിലേക്ക് ഷാൾ മുറുക്കി ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് പിന്നാലെ ഗായത്രിയുടെ തന്നെ ഫോൺ എടുത്ത് വാട്സാപ്പിൽ ഇരുവരും ഒന്നിച്ചുള്ള സ്റ്റാറ്റസ് കൂടി ഇട്ടു. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ സ്റ്റാറ്റസ് ഇട്ടത്. ഈ ചിത്രം കണ്ടതിന് ശേഷം പ്രവീണിന്റെ ഭാര്യ ഇക്കാര്യം അറിയുകയും അതിന് പിന്നാലെ വലിയ പ്രശ്നമുണ്ടായി, ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു പ്രവീണിന്റെ ലക്ഷ്യം. പക്ഷേ അക്കാര്യം വിജയിച്ചില്ല. പോലീസ് ആ ഘട്ടത്തിൽ തന്നെ നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിലായിരുന്നു പ്രവീൺ പിടിയിലായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിൽ 3 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കോടതി അതിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.